സർ, ബംഗ്ലാദേശ് അതിർത്തിയിൽ അരക്കൻ ആർമിയുടെ സാന്നിധ്യം ഉണ്ടായി. ഇപ്പം നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത, അവിടെ നിന്ന് കുറച്ച് അഭയാർത്ഥികൾ, രോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിൽ 12 ലക്ഷം രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട്. 12 ലക്ഷം മ്യാൻമറിൽ നിന്ന് മുമ്പ് പലായനം ചെയ്ത് വന്നവർ. 2017 ഓഗസ്റ്റിൽ അവിടെ പട്ടാളം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കോക്സ് ബസാർ എന്ന് പറഞ്ഞ ബംഗ്ലാദേശിലെ ജില്ലയിലേക്കാണ് വന്നിരിക്കുന്നത്. കോക്സ് ബസാർ ജില്ല, അവിടെയാണ് ക്യാമ്പുകൾ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെക്ക് കിഴക്കൻ ജില്ലയാണ് ഈ കോക്സ് ബസാർ. ബംഗ്ലാദേശിൻ്റെ രഖീൻ എന്ന് പറഞ്ഞ പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അത്. രഖീനാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് മറ്റേ അരക്കൻ ആർമി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 മാസം കൊണ്ട് 60,000 രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂടി പലായനം ചെയ്തു വന്നിരിക്കുന്നു. ഈ അരക്കൻ ആർമി രഖീൻ പ്രവിശ്യ ഏതാണ്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് കാരണം വേറെ ചില പ്രവിശ്യകളും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 60,000 പേര് കൂടി 12 ലക്ഷത്തിന് പുറമെ, 12 ലക്ഷം ഓൾറെഡി ഉണ്ട്, അവിടെ നിന്നാണ് പല ആളുകളും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. അസം, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഇപ്പൊ ജമ്മു, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഈ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം പല NGOകളും നടത്തുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ റോഹിംഗ്യയുടെ ഈ നുഴഞ്ഞുകയറ്റം പലപ്പോഴും ഈ അഴിമതി ഒക്കെ വഴി, അതായത് അതിർത്തിയിലുള്ള ആളുകൾക്ക് പൈസ കൊടുത്തിട്ടാണ് രോഹിംഗ്യൻ, അതായത് അനധികൃത ഏജന്റുമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കോഴയൊക്കെ കൊടുത്തിട്ടാണ് പല അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. അവിടെ ഇപ്പോൾ ഉപദേശി ഭരണമാണല്ലോ. പ്രധാന ഉപദേശി മറ്റേ യൂനിസിന്റെ വിദേശകാര്യ ഉപദേശി, ഫോറിൻ അഫയേഴ്സ് അഡ്വൈസർ തൗഹീദ് ഹുസൈൻ കഴിഞ്ഞ വ്യാഴാഴ്ച തായ്ലൻഡിൽ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു യോഗത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കോക്കിൽ പോയി വന്ന ശേഷം തൗഹീദ് ഹുസൈൻ വെളിപ്പെടുത്തിയ കാര്യമാണിത്. കഴിഞ്ഞ 2 മാസമായിട്ട് റോഹിംഗ്യൻ മുസ്ലിംസ് ഈ ബുദ്ധിസ്റ്റ് അരക്കൻ ആർമിയെ പേടിച്ച് പലായനം ചെയ്തു വന്നിരിക്കുന്നു. 60,000 പേർ കൂടി എന്ന്. അവിടെ ബാങ്കോക്കിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ അനൗപചാരിക കൂടിയാലോചനകളാണ് നടന്നത്. 6 രാജ്യങ്ങളുടെ, ലാവോസ്, തായ്ലൻഡ്, ഇന്ത്യ, ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഈ മ്യാൻമാർ പ്രതിസന്ധി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന അനൗപചാരികമായിട്ട് ആലോചിക്കാനുള്ള മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് വന്നിട്ട് തൗഹീദ് ഹുസൈൻ പറഞ്ഞതാണിത്. അപ്പോൾ തൗഹീദ് ഹുസൈൻ എന്നിട്ട് പറയാണ്, ഞങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇനി രോഹിംഗ്യകളെ പ്രവേശിപ്പിക്കരുത് എന്നാണ്. പക്ഷേ ചില സമയത്ത് സാഹചര്യങ്ങൾ മാറിപ്പോകുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല, തൗഹീദ് ഹുസൈൻ പറയാണ്. അങ്ങനെയാണ് ഞങ്ങൾ 60,000 റോഹിംഗ്യകൾ വരാനായിട്ട് സമ്മതിച്ചത്. ഒരു ഇരട്ടത്താപ്പുണ്ട് ഈ വർത്തമാനത്തിൽ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് വരുത്തുന്ന പരിപാടി. അപ്പോൾ വി അലൗഡ് 60,000 റോഹിംഗ്യാസ് ടു എൻ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അനുവദിച്ചു എന്നാണല്ലോ, അനുവദിക്കാതിരിക്കുകയും ചെയ്യാം. ഞങ്ങൾ ഔദ്യോഗികമായി അവരെ അകത്ത് പ്രവേശിപ്പിച്ചതല്ല, അവർ വ്യത്യസ്ത റൂട്ടുകൾ വഴി വന്നതാണ് എന്നയാൾ ഈ തൗഹീദ് ഹുസൈൻ പറയുന്നു. ഇനി റോഹിംഗ്യകളുടെ വലിയ പലായനം ഇനി വരാൻ സാധ്യതയുണ്ട് എന്നും അയാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്കും അറിയാം അതാണ് അവിടുത്തെ അവസ്ഥ. മ്യാൻമാറിൽ 3 അവിടെ ഗോത്ര മുന്നണികൾ, മുന്നണി വരണം, ചിൻ സ്റ്റേറ്റിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഈ 3 മുന്നണികളിൽ, അത് ഗോത്ര മുന്നണികൾ, ഗോത്ര പോരാളികൾ, അതിൽ ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അരക്കൻ ആർമിയാണ്, സ്ഥലമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അരക്കൻ ആർമി മുന്നേറിക്കഴിഞ്ഞാൽ
ഇവർക്ക് സ്ഥലം വിടേണ്ടി വരും, ആ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക്. അത് ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ നടന്ന കൂടിയാലോചന തായ്ലൻഡിൽ തായ് വിദേശമന്ത്രി മാരിസ് സാങ്ക്യംപോങ്സ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നത്. മ്യാൻമാറിൻ്റെ ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയുമായ യു താൻ സ്വേ, മ്യാൻമാറിൻ്റെ വിദേശമന്ത്രി യു താൻ സ്വേ ആ കൂടിയാലോചനകളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ മ്യാൻമാർ ഒരു പഴയ അവസ്ഥയിലേക്ക് മടങ്ങും എന്ന് അയൽ രാജ്യങ്ങളൊന്നും കരുതുന്നില്ല എന്ന് ബംഗ്ലാദേശിൻ്റെ ഈ വിദേശ കാര്യോപദേഷ്ടാവ് പറഞ്ഞു. പഴയ നിലയിലേക്ക് പോവില്ല, അരക്കൻ ആർമിയുടെ കയ്യിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മ്യാൻമാറിനോട് ആഭ്യന്തര പ്രശ്നങ്ങൾ മ്യാൻമാർ തന്നെ പരിഹരിക്കണമെന്ന് ഈ കൂടിയാലോചനകളിൽ അയൽ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. ഈ മ്യാൻമാറിൽ പട്ടാള ഭരണകൂടം അത് പരിഹരിക്കാവുന്ന അവസ്ഥയിലല്ലിപ്പോൾ. വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ തന്നെ പരിഹരിക്കേ എന്ന് പറയാം. അപ്പോൾ അരക്കൻ ആർമി രക്കീൻ പ്രവിശ്യയിലെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ നിയന്ത്രണത്തിലാണ്. രക്കീൻ പ്രവിശ്യയിലാണല്ലോ ഭരണകൂടം. കാരണം സിത്വേ ഈ അരക്കൻ പ്രവിശ്യയിലാണ്. സിത്വയാണ് തലസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സിത്വയിലാണ് ഇന്ത്യയുടെ തുറമുഖം. അപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ മ്യാൻമാറിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നവരുമായിട്ട് ഔപചാരിക ചർച്ചയൊന്നും നടത്താൻ ബംഗ്ലാദേശിന് പറ്റില്ല എന്നും ഈ തൗഹീദ് ഹുസൈൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമിയായിട്ട് ബംഗ്ലാദേശ് ചർച്ചയൊന്നും നടത്തുന്നില്ല. അതിന് അരക്കൻ ആർമിയും തയ്യാറാകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ഇസ്ലാമിക ഭരണകൂടമാണല്ലോ ഉള്ളത്. അപ്പോൾ അത് സാധ്യതയില്ല. ഈ സ്വേ മ്യാൻമാറിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി കണ്ടതിനെ പറ്റി തൗഹീദ് ഹുസൈൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മ്യാൻമാർ അതിർത്തി നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, സർക്കാരിൻ്റെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, അരക്കൻ നിയന്ത്രണത്തിലാണല്ലോ. അപ്പോൾ ഭരണകൂടവുമായി ബന്ധമില്ലാത്തവരുടെ കയ്യിലാണ് ഇപ്പോൾ അതിർത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടവുമായി ബന്ധമില്ലാത്തവരുമായിട്ട് ചർച്ച നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ, അതായത് ഭരണകൂടം തന്നെ ഈ റോഹിംഗ്യ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് സ്വയോട് പറഞ്ഞു. മ്യാൻമാറിൻ്റെ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞു എന്ന് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ പറഞ്ഞു. ഈ ബംഗ്ലാദേശിലേക്ക് കൂടുതൽ അഭയാർത്ഥികൾ എത്തിയാൽ ഒന്നാമത് പട്ടിണിയിൽ കിടക്കുന്ന ഒരു രാജ്യം, അരി മേടിക്കാനായിട്ട് ഇന്ത്യയുടെ കാലിൽ നക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ അസംതൃപ്തി കൂടി വന്നാൽ അതൊരു കലാപത്തിലേക്ക് വരെ നയിച്ചുകൂടെ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഈ ഭരണകൂടവുമായി ഒന്നിച്ചു നിന്നിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി, പിന്നെ BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ഇതൊക്കെ സഖ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞല്ലോ. ഈ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് മാറി. അതൊക്കെ മാറിക്കഴിഞ്ഞു, സഖ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. അവരുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉടനെ സൗകര്യമില്ല. കുറേ പരിഷ്കാരങ്ങൾ, ഭരണഘടനാ പരിഷ്കാരങ്ങളൊക്കെ നടത്താനുണ്ട്. 2026 ഇനി തെരഞ്ഞെടുപ്പ് നടക്കുള്ളൂ അതുവരെ മുഹമ്മദ് യൂനുസ് നോക്കിയോളാം എന്ന് യൂനുസ് ഏറ്റവും അവസാനത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ചു. 2026 പുള്ളിക്ക് ഒരു കസേര കിട്ടിയിരിക്കുകയല്ലേ. അതെ, അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, കൊട്ടാരത്തിൽ താമസമൊക്കെ ആയിട്ട്. മാത്രമല്ല അങ്ങേർക്കെതിരെ ഒരുപാട് കേസ് ഷെയ്ഖ് ഹസീന എടുത്തിരുന്നല്ലോ, അഴിമതി കേസുകൾ, ഗ്രാമീൺ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ. അങ്ങനെ ജയിലിലിടുന്ന് പേടിച്ചിട്ടാണല്ലോ ഫ്രാൻസിൽ പോയിരുന്നത്. അയാളെ പാരീസിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഈ അധികാരം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാ പ്രധാനമന്ത്രിയാണോ? അല്ല. പ്രധാനമന്ത്രി സ്ഥാനം ഷെയ്ഖ് ഹസീന രാജിവെച്ചിരുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ വരുന്നത് നമുക്ക് ഇന്ത്യക്ക് ഭീഷണിയാണിത്. കാരണം ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഇരിക്കുന്ന കുറേ ആളുകൾ നിർഭാഗ്യവശാൽ ഇന്ത്യയിലുണ്ട്.
ഇന്ത്യയുടെ പല ഭാഗത്തും. പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസിന് വിരോധമില്ല. അത് ഈ ന്യൂനപക്ഷ പ്രീണനമാണല്ലോ. അതെ, അപ്പൊ ഈ ജില്ലകളിൽ ഒരു ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, അതായിരിക്കും ലക്ഷ്യം അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സന്ദേശ് ഗലിയൊക്കെ ഹിന്ദു ഭൂരിപക്ഷമായിരുന്ന സ്ഥലമല്ലേ? അതെ, അതൊക്കെ മാറിപ്പോയി. അസമിലെ ഒരുപാട് ജില്ലകൾ മാറിപ്പോയി. ഹിന്ദു ഭൂരിപക്ഷ സ്ഥലമൊക്കെ മുസ്ലിം ഭൂരിപക്ഷമായിപ്പോയി. മറ്റേ ജാർഖണ്ഡിലൊക്കെ ആണെങ്കിൽ ഗോത്ര വനിതകളെയൊക്കെ വന്ന് ഇവരൊക്കെ വിവാഹം ചെയ്തിട്ട് അവിടെ, കാരണം അവരുടെ പേരിൽ സ്ഥലം മേടിക്കാമല്ലോ, അങ്ങനെ സ്ഥലവും മേടിക്കുന്നുണ്ട്. ഇങ്ങനെ കുഴപ്പമുണ്ട്. ഇന്ന് പക്ഷേ ഒരു പത്രസമ്മേളനം ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ ഈ വീടാന്തരം കയറി ഈ അനധികൃത കുടിയേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെയൊക്കെ പിടികൂടി വിടുന്നുണ്ട്. 8 അംഗ സംഘത്തിന് ഇന്ന് പിടിച്ചിട്ടുണ്ട് അവിടെ. ആ 8 അംഗ സംഘം ഈ ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ വ്യാജ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘം അതിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ റോഹിംഗ്യകളെ പിടികൂടി തിരിച്ചുവിടാനുള്ള പരിപാടികൾ കേന്ദ്രം തുടങ്ങിയെന്നർത്ഥം. ജമ്മുവിൽ കുറെ വർഷങ്ങളായിട്ട് ചില NGOകൾ റോഹിംഗ്യകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ പല കടലാസുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, രേഖകളും ഒക്കെ, എന്നിട്ട് താമസിപ്പിക്കുന്നുണ്ട്. അവരെ വാടകയ്ക്ക് താമസിപ്പിക്കുന്നുണ്ടായിരുന്നു പല ആളുകളും. അത്തരം ആളുകളെയൊക്കെ പോലീസ് പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ജമ്മു ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ, അവിടെ കൊണ്ടുവന്ന് റോഹിംഗ്യകളെ പാർപ്പിക്കുക, ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ റോഹിംഗ്യകൾ ഇപ്പോൾ പല സ്ഥലത്തും ഇന്ത്യയിലുള്ളവരെ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചുവിടാനുള്ള പരിപാടി നടന്നു വരുന്നു. അത് ഒരു കൊള്ളാവുന്ന പരിപാടിയാണ്. കുറേ വർഷമായിട്ട് മോദി വന്നിട്ട് പോലും ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുത്തിരുന്നില്ല. ഈ പൗരത്വ ബില്ല് പ്രക്ഷോഭം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ തിരിച്ചുവിടാൻ നമുക്ക് എന്താ പ്രയാസം? അതെ, അപ്പോൾ എന്തായാലും ഈ റോഹിംഗ്യ എന്ന് പറയുന്ന ആളുകൾ ബംഗ്ലാദേശിന് വലിയ ഭീഷണി ഉയർത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.